ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി 2 ദിവസത്തെ വിസിറ്റിന് വേണ്ടിയാണ് യുകെക്ക് പോയത്. അവിടെ ചെന്ന അദ്ദേഹം ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായ കെയർ സ്റ്റാമറിനെ അദ്ദേഹത്തിന്റെ കൺട്രി റെസിഡൻസ് ആയ ചെക്കേഴ്സിൽ മീറ്റ് ചെയ്യുന്നു. ഈ മീറ്റിംഗിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഇന്ത്യയും യുകെയും തമ്മിൽ സൈൻ ചെയ്യുക എന്നതായിരുന്നു ഉദ്ദേശം. ഇന്ത്യയുടെ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്റ്ററായ പീയൂഷ് ഗോയലും യുകെയുടെ ബിസിനസ് ആൻഡ് ട്രേഡ് സെക്രട്ടറിയായ ജൊനാഥൻ റെയ്നോൾഡ്സും ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒപ്പുവെച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന് കൊണ്ട് ഇന്ത്യക്കുള്ള ബെനഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യക്ക് ഇതൊരു ട്രേഡ് ബൂസ്റ്റ് നൽകും. 100 to 120, അതായത് 100 മുതൽ 120 ബില്യൺ US$ വരെ ഈ ഒരു ട്രേഡ് വാല്യൂ 2030 അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. ഇപ്പോഴുള്ള ഒരു ട്രേഡ് വാല്യൂ എന്ന് പറയുന്നത് $56 ബില്യൺ ആണെങ്കിൽ അത് 2030ഓടെ $120 ബില്യൺ വരെ എത്തിക്കാം എന്നാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. ഇപ്പോൾ ഈ ഒരു ഡീൽ അനുസരിച്ച് 99% ഇന്ത്യൻ ഗുഡ്സിനും യുകെ മാർക്കറ്റ്സിൽ ഇനിയും സീറോ ടാരിഫ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇന്ത്യൻ കമ്പനീസിന് യുകെയിൽ തങ്ങളുടെ പ്രോഡക്ട്സ് സീറോ ടാരിഫിൽ എത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ യുകെ മാർക്കറ്റ്സിൽ ഇന്ത്യൻ പ്രോഡക്ട്സ് ഒരുപാട് എത്തിക്കാൻ സാധിക്കുകയും അതുവഴി ഒരുപാട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കും എന്നാണ് പ്രതീക്ഷ. ഇതിൽ ബ്രിട്ടീഷുകാർക്ക് എന്താണ് പ്രയോജനം എന്നാൽ, ബ്രിട്ടീഷുകാർക്ക് നേരത്തെ ഇന്ത്യയിൽ സാധനങ്ങൾ വിൽക്കുന്നതിന് ഏകദേശം 15% ടാരിഫ് എങ്കിൽ ഇപ്പോൾ അത് കുറച്ച് 3% ആക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യുകെ മെയ്ഡ് പ്രോഡക്ട്സിന്, യുകെയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സിന് ഇന്ത്യയിൽ വളരെ കുറഞ്ഞ ടാരിഫിൽ തന്നെ ബിസിനസ് നടത്തുവാൻ സാധിക്കും. യുകെയുടെ മേജർ പ്രോഡക്ട്സ് ആയ കാർസ്, വിസ്കി അതുപോലെയുള്ള പ്രോഡക്ട്സ് എല്ലാം തന്നെ ഇനി മുതൽ ടാരിഫ് കുറച്ച് ഇന്ത്യയിൽ വിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ യുകെയിലേക്ക് എന്ത് ബെനഫിറ്റാണ് ഈ ഒരു ട്രേഡ് ഡീൽ മൂലം ലഭിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, പുതിയ ജോബ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ചോയ്സസ്, അതായത് ടെക്സ്റ്റൈൽ, ഫുഡ്, അതുപോലെ മെഷീനറി, ഈ ഒരു ഏരിയാസിലെല്ലാം തന്നെ ഒരുപാട് ചോയ്സസ് അവരുടെ ആൾക്കാർക്ക് ലഭിക്കും. യുകെയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള എക്സ്പോർട്സ് കൂടുവാൻ ഇത് കാരണമാകും. ഏതായാലും നരേന്ദ്രമോദി ഈ കെയർ സ്റ്റാമറുമായിട്ട് ഈ ഒരു ഡീലിൽ ഒപ്പുവെച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യം, ശ്രീ നരേന്ദ്രമോദി എടുത്തു പറഞ്ഞ കാര്യം, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഫുഡ്വെയർ ഇൻഡസ്ട്രി അതുപോലെ ജെംസിൻ്റെ ഇൻഡസ്ട്രിക്ക് നല്ല ബെനഫിറ്റ് ഈ ഒരു ഡീൽ കാരണം ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വിസിറ്റ് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തത് യുകെയുടെ കിങ് ചാൾസിനെ മീറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് ഗിഫ്റ്റായിട്ട് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ ഒരു വൃക്ഷത്തൈ സമ്മാനമായിട്ട് കൊടുത്താണ്. അദ്ദേഹത്തിൻ്റെ റോയൽ എസ്റ്റേറ്റിലേക്ക് ഒരു വൃക്ഷത്തൈ സമ്മാനിച്ചാണ് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ യുകെ യാത്ര കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്.